89.6 FM Sargakshetra. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. ഒരു കിടിലൻ ഗുഡ് മോർണിംഗ് തന്നെ ആദ്യം ഒരുക്കട്ടെ കേട്ടോ. അന്നെയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ SK ജംഗ്ഷൻ അങ്ങ് മിറ്റേറ ഹോസ്പിറ്റൽ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെയുണ്ട്. ഒരു സ്പെഷ്യൽ വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നതും. നമുക്ക് എന്തായാലും നമ്മുടെ സ്വന്തം ഡോക്ടർ ദീപ്തി മധുവിനെ നമ്മുടെ സ്വന്തം സർഗക്ഷേത്ര 89.6 FM-ലേക്ക് വെൽക്കം ചെയ്യാം. ഹായ്, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്, നൈസ് ടു ബി ഹിയർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മിറ്റേറ ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ് ആണ് നമ്മുടെ സ്വന്തം ഡോക്ടർ ദീപ്തി മധു. അപ്പോൾ എന്തായാലും മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ ആളുകളായിട്ട് കുറേയധികം സമയം ചെലവഴിക്കുന്ന ഒരാളാണ് അല്ലേ? അബ്സല്യൂട്ട്ലി, കാണാൻ പറ്റാത്ത, അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ ആൾക്കാർ മടിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം പോലെയാണ് മൈക്രോബ്സിലുള്ള വിശ്വാസം. ലിറ്റിൽ ഡിഫിക്കൾട്ട്, ലിറ്റിൽ ഡിഫറെൻറ്റ്. ഓക്കെ, ലിറ്റിൽ ഡിഫറെൻറ്റ്. നമ്മളെപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടിരിക്കണമെന്നാണ്. അപ്പോൾ എന്തായാലും ദീപ്തി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ, നമുക്കിന്ന് ആൻറ്റിബയോട്ടിക്സിനെ പറ്റി ഒന്ന് പറഞ്ഞേക്കാം അല്ലേ? ഷുവർ, വൈ നോട്ട്. ഇറ്റ്സ് സംതിങ് ദാറ്റ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് ജീവിതത്തിൻ്റെ പല ഘട്ടത്തിൽ. ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ അതിനെക്കുറിച്ച് ജനറലി ഒരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. സോ ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ ക്ലാരിറ്റി കുറവുള്ളത് നമ്മൾ ഇന്ന് എന്തായാലും കുറേ അധികം ആളുകളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിരിക്കും എന്ന് തന്നെയാണ് SK ജംഗ്ഷനിൽ എനിക്കും അതുപോലെ ഡോക്ടർ ദീപ്തി മധുവിനും പറയാനുള്ളത്. ദീപ്തി ഡോക്ടർ, നമ്മൾ ആദ്യം തന്നെ ഈ ആൻറ്റിബയോട്ടിക്കുകൾ എന്താണ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ച് തന്നെ തുടങ്ങാം. സംഭവം, നമ്മൾ കുറേ മരുന്നുകൾ നമ്മൾ കഴിക്കാറുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരാണെങ്കിൽ. പക്ഷേ ആൻറ്റിബയോട്ടിക് ആണ് ഇത് എന്നുള്ള ഒരു ഡയലോഗ് നമ്മൾക്ക് ഇപ്പോൾ മരുന്ന് തരുന്ന ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ ഒക്കെ പറയും. അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്സിന് എന്താ ഇത്രമാത്രം പ്രത്യേകത നമ്മളിന്ന് ചിന്തിച്ച് പോകുന്ന ഒരാളാണ്. സോ ആൻറ്റിബയോട്ടിക്സ് എന്താണ് ശരിക്കും? ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്, ആസ് ദ വേർഡ് സേസ്, ആൻറ്റിബയോട്ടിക്, അതായത് ഒരു ബയോട്ട എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്സ്. ഇനി ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു പാരസെറ്റമോളോ ഒരു BP-യുടെ മരുന്നോ നമ്മുടെ പ്രഷറിൻ്റെ ഗുളിക അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഗുളിക ഇതൊക്കെ കഴിക്കുമ്പം ദീസ് മെഡിസിൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ആക്ട് ഓൺ അവർ ബോഡി. നമ്മുടെ കോശങ്ങളിൽ, നമ്മുടെ സെൽസിലാണ് അത് ആക്ട് ചെയ്യേണ്ടത്. നമ്മൾ കഴിക്കുന്ന ബാക്കി എല്ലാ മരുന്നുകളും അങ്ങനെയാണ്. പക്ഷെ ആൻറ്റിബയോട്ടിക്സിൻ്റെ കാര്യം വരുമ്പോൾ ദേ ആർ നോട്ട് ആക്ടിങ് ഓൺ അവർ സെൽസ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലല്ല അവർ ആക്ട് ചെയ്യേണ്ടത്. ദേ ആർ സപ്പോസ് ടു ആക്ട് ഓൺ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അങ്ങനെയുള്ള ജീവജാലങ്ങളുടെ മേലെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള പക്ഷെ നമ്മുടെ ശത്രുക്കളായി തീർന്ന ചില ജീവജാലങ്ങളുടെ മേലാണ് അവർ ആക്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് മേക്സ് ആൻറ്റിബയോട്ടിക്സ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ ദി അതർ മെഡിസിൻസ് ദാറ്റ് വി റുട്ടീൻലി കൺസ്യൂം. നമ്മുടെ ശരീരത്തിലുള്ള പക്ഷെ നമ്മുടേതല്ലാത്ത കോശങ്ങളുടെ മേൽ, അതും നമ്മുടേതല്ലാത്ത ജീവജാലങ്ങൾ പറഞ്ഞാൽ അവർക്ക് തോന്നുന്ന പോലെ അവർ പെരുമാറും. അതിനനുസരിച്ച് മാറ്റി മാറ്റി ചവിട്ടുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ്. തൻ്റേതല്ലാത്ത കാരണത്താൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മുടെ സ്വന്തം ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ വൈറസുകൾക്കെതിരെയല്ല, ബാക്ടീരിയകൾക്കെതിരെ തന്നെയാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നത് അല്ലേ? ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു ജനറൽ ടെർമിനോളജി പറയുകയാണെങ്കിൽ ആൻറ്റി മൈക്രോബിയൽസ്, അതായത് മൈക്രോബ്സിന് അഗെയിൻസ്റ്റുള്ള ആൻറ്റി ആയിട്ടുള്ള മരുന്നുകൾ. ഈ ആൻറ്റി മൈക്രോബിയൽസ് എന്ന് പറയുന്നത്, മൈക്രോബ്സ് തന്നെ പല കാറ്റഗറി ഉണ്ട്, വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, അങ്ങനെയുള്ള. ഇപ്പം നമ്മൾ ഫംഗസിന് അഗെയിൻസ്റ്റ് കൊടുക്കുന്നതാണ് ആൻറ്റി ഫംഗൽസ് എന്ന് പറയും. വൈറസുകൾക്ക് അഗെയിൻസ്റ്റ് ഉള്ളതാണ് ആൻറ്റി വൈറൽസ് എന്ന് പറയും. പാരസൈറ്റ്സ്, അതായത് മലേറിയ പോലുള്ള പാരസൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ ആൻറ്റി പാരസിറ്റിക് എന്ന് പറയും. അപ്പോൾ ആൻറ്റി മൈക്രോബിയൽസ് ഇസ് ദ ജനറൽ അംബ്രല്ല ഓർ ജനറൽ ആയിട്ടുള്ള ടേം. അതിനകത്തുള്ള പല കാറ്റഗറി, ഏത് മൈക്രോബിന് അഗെയിൻസ്റ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ച് മരുന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പം എന്തായാലും എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുപോലെ എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ സ്വന്തം ആൻറ്റിബയോട്ടിക്സ് ടാബ്ലറ്റ്സിനെ പറ്റി. ടാബ്ലറ്റ് മാത്രമല്ല അല്ലേ ഇതിലുള്ളതും? ഇതിൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ, രൂപത്തിൽ, ഭാവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഇതേ സെയിം കെമിക്കലാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സാദൃശ്യങ്ങളും ഇല്ലാത്ത രൂപത്തിൽ അത് വരും. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഡ്രോപ്സ് എന്ന് പറഞ്ഞു തരും. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ അത് സിറപ്പാവും.
കുറച്ചുകൂടെ മുതിർന്നവരാണെങ്കിൽ ചെറിയ സൈസ് ടാബ്ലറ്റ്, നല്ല അഡൾട്ട്സ് ആണെങ്കിൽ വലിയ ടാബ്ലറ്റ് ആവും. ഇതൊന്നുമല്ല ക്രിട്ടിക്കലി ഇല്ലാണെങ്കിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ. ഇനി സ്കിന്നിൻ്റെ പുറത്താണെങ്കിൽ അത് ഓയിൻമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ അത് തിങ് ഇസ് പലപ്പോഴും നമ്മൾ അറിയൽ പോലും ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ആണെന്ന്. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ട ആൻറ്റിബയോട്ടിക് അല്ല അത് ഇപ്പോൾ കാണുന്നത്. സോ വി നീഡ് ടു ആ ഒരു ചിന്ത, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വി നീഡ് ടു ഡെവലപ്പ് അറൗണ്ട് ദിസ് ക്ലാസ് ഓഫ് കെമിക്കൽസ്. അപ്പോൾ ഒരു സിനിമാ നടൻ പല റോൾസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്സും പ്രവർത്തിക്കുന്നത് മനസ്സിലായല്ലോ. സോ ഇത്രയും റോളുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സിനെ പറ്റി നമ്മൾ കുറേ അധികം കാര്യങ്ങൾ അറിയുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM കാതൂരം കരുതലായി കാലത്തിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് SK ജംഗ്ഷനിൽ. കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം കേട്ടോ. നമ്മുടെ സ്വന്തം മിറ്റേര ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി മധു. ദീപ്തി ഡോക്ടർ, നമ്മൾ എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മുടെ മെയിൻ താരം ഉദയനാണ് താരം എന്നൊക്കെ പറയുന്ന പോലെ ആൻറ്റിബയോട്ടിക്സ് ആണ് ഇന്ന് SK ജംഗ്ഷനിലെ താരം. സോ എങ്ങനെയാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ? നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ കുറേ മരുന്നുകൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്താണെങ്കിലും കുറേ അധികം മരുന്നുകൾ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാർ എടുത്തു പറയും ഇത് ആൻറ്റിബയോട്ടിക് ആണ്, എന്തായാലും കഴിക്കണം, ഇത്ര നേരം ഇതുപോലെ കഴിക്കണം എന്നൊക്കെ എടുത്തു പറയുന്ന ഒരാളെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇത്രയൊരു സ്റ്റാർഡം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് വ്യത്യാസങ്ങൾ? ആക്ച്വലി പല കാര്യങ്ങൾ കൊണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൻറ്റിബയോട്ടിക്സ് ഒന്നാമത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലല്ല. നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ശത്രുക്കളായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചില അണുക്കളുണ്ടാവും. ആ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആൻറ്റിമൈക്രോബിയൽസ്. സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ദാറ്റ്സ് എ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ഇനി രണ്ടാമത്, നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും നമ്മൾ SOS ആയിട്ട് കഴിക്കും. അതായത് ആവശ്യമുള്ളപ്പോൾ കഴിക്കുക. അങ്ങനെയുള്ള കഴിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനെ കഴിക്കുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ. നമുക്ക് ഒരു തലവേദന വരുമ്പോൾ കഴിക്കും, ഒരു പനി വരുമ്പോൾ കഴിക്കും. ആവശ്യമുള്ളപ്പോൾ നമ്മൾ കഴിക്കുന്നത്. ഈ ആൻറ്റിബയോട്ടിക്സ് ഹാവ് ടു ബി അണ്ടർസ്റ്റുഡ്. ഇറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് അങ്ങനെ ഒരിക്കലും SOS ആയിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു തവണ നമുക്ക് പനി വന്നു കഴിയുമ്പോൾ നമ്മൾ അപ്പോൾ പാരസെറ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരസെറ്റമോളിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കും അല്ലേ. അടുത്ത പനിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തലവേദന വരുമ്പോൾ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. ഇനി പോട്ടെ, വീട്ടിലുള്ള പാരസെറ്റമോൾ മുഴുവൻ തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പാരസെറ്റമോൾ തീർന്നു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ തലയിൽ വരും. അടുത്ത തവണ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ അത് മേടിക്കും, അല്ലെങ്കിൽ അത് മേടിക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോകും. പക്ഷേ ആൻറ്റിബയോട്ടിക്സ് അങ്ങനല്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് സംശയം തോന്നുമ്പോഴാണ് നമ്മളൊരു പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത്. അടുത്ത തവണ നമുക്ക് അതേ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ അതേ ബാക്ടീരിയ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം ഒരു തീരുമാനമെടുത്ത് ആവശ്യാനുസരണം കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല ആൻറ്റിബയോട്ടിക്. അത് രണ്ടാമത്തെ കാര്യം. ഇതിൽ തന്നെ ഉണ്ട് മൂന്നാമത്തെ പോയിന്റ്, SOS ആയിട്ട്. അതായത് ആവശ്യമുള്ളപ്പോൾ ഒരെണ്ണം കഴിച്ച് നിർത്താൻ പാടില്ല. അപ്പോൾ അന്ന തന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇത് ആൻറ്റിബയോട്ടിക് ആണ് എന്ന് എടുത്തു പറഞ്ഞാണ് പലപ്പോഴും തരുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് അത് 5 ദിവസത്തേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ 3-ാം ദിവസം നമ്മുടെ പനി കുറഞ്ഞാലും നമ്മൾ 5 ദിവസം കഴിച്ചേ മതിയാവും. പാരസെറ്റമോൾ ആണെങ്കിൽ തലവേദന പോയാൽ നിർത്താം, പനി പോയാൽ നിർത്താം. അതുപോലെ നിർത്തരുതേ എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് അത് വെച്ച് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതാണ് ദാറ്റ് ഈസ് വൈ ദേ സേ ഇതൊരു ആൻറ്റിബയോട്ടിക് ആണേ, തീർത്ത് ആ തരുന്ന 5 ദിവസത്തേക്കുണ്ട്. ഈ 2 ടാബ്ലറ്റാണ് ദിവസം കഴിക്കണമെങ്കിൽ 10 എണ്ണം അളന്ന് മുറിച്ചായിരിക്കും തരിക. ആ 10 എണ്ണം തീരുന്നതാണ് നമ്മുടെ കോഴ്സ്. അല്ല 3-ാം ദിവസമോ 4-ാം ദിവസമോ കഴിച്ച് നിർത്താനും പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ കഴിച്ച് നിർത്തിയാൽ ബാക്കി 2 എണ്ണം പിന്നെ ഒരു സമയത്തേക്ക് കരുതി വെക്കാൻ, അങ്ങനെ ഒരു കരുതൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യത്തിൽ not possible. So these kind of small things make antibiotics completely different from other medicines. അപ്പോൾ നമ്മൾ ചെറുതാണ് എന്ന് കരുതുന്ന കുറേ അധികം ഡിഫറൻസുകൾ, പക്ഷെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ടയേർഡായിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പോകുന്നത്. പക്ഷേ അതിന് തരുന്ന മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഞാനടക്കം കുറേ അധികം ആളുകൾ പനി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി കഴിക്കണോ, ഇനി 2 ഗുളികകളൂടെ ബാധ്യതയാണത്.
അതിന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് തള്ളിക്കളയും. പക്ഷേ ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസുകളിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ കാര്യം മനസ്സിലായത് കേട്ടോ. ഇനി ആൻറ്റിബയോട്ടിക്സിനെ പറ്റി കുറേ അധികം കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അതിലൊരു ചെറിയൊരു ഹിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ടെന്ന്, അതായത് പല റോളുകൾ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ഉണ്ടെന്ന്. പക്ഷേ പലതരത്തിലുള്ള പല ടൈപ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സും നമുക്ക് അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകൾ ഓൺ ദി വേ ആണ്. സോ കീപ് ഓൺ ലിസണിങ് ടു SK Junction. കൂടെയുള്ള തന്നെയാണ് യു ആർ ലിസണിങ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK Junction. കൂടെയുള്ള തന്നെയാണ്. നമ്മൾ ഇന്ന് ആൻറ്റിബയോട്ടിക്കുകളെ പറ്റി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുകയാണ്. നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ പറയുമല്ലോ, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ. അതുപോലെ ആൻറ്റിബയോട്ടിക്സിൻ്റെ പല ജേർണീസിലൂടെയും നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ പോകാൻ പോവാണ്. അതിന് മെയിൻ ഗൈഡായിട്ട് നമ്മോടൊപ്പം മീറ്റര ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി മധു കൂടെ തന്നെയുണ്ട്. ഡോക്ടറെ, നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ആൻറ്റിബയോട്ടിക്സിനെ പറ്റി അറിഞ്ഞു. എന്താണ്, അതുപോലെ എത്തരത്തിലാണ് ആൻറ്റിബയോട്ടിക്സ് മറ്റുള്ള മരുന്നുകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇനി ഏതൊക്കെ തരത്തിലാണ് ആൻറ്റിബയോട്ടിക്സ് ഉള്ളത്, ടൈപ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് കടന്നു കഴിയുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ക്ലിനിക്കൽ ഓർ ടെക്നിക്കൽ തിങ്. ഞാൻ നേരത്തെ അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു തവണ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക് ആയിരിക്കില്ല നമുക്ക് അടുത്ത തവണ ആവശ്യമുള്ളത്. ഇത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അൽഗോരിതം പോലെയാ. പനിയുണ്ടോ, ജലദോഷമുണ്ടോ, ജലദോഷത്തിന് കൊടുത്ത് ചുമയുണ്ടെങ്കിൽ കഫമുണ്ടോ, കഫം ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് വരെ, കഫം ഇല്ലെങ്കിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് വരെ, കഫത്തിൻ്റെ നിറം മഞ്ഞയാണെങ്കിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് എന്ന്, പച്ചയാണെങ്കിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് എന്ന്, അങ്ങനെ പല രീതിയിൽ ആ ഒരു അൽഗോരിതം അനുസരിച്ച് സിംറ്റം എന്താണെന്ന് നോക്കിയാണ് നമ്മൾ ഓരോ തവണയും കൊടുക്കുക. ഇനി വീട്ടിൽ തന്നെ പല ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. പല ആൾക്കാർക്ക് ഒരു തവണ ഒരു ചുമ ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു റൗണ്ട് അടിച്ചിട്ടല്ലേ പോവുള്ളൂ. അതാണല്ലോ നമ്മുടെ ഒരു നാട്ടു നടപ്പെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വരുന്നത് ഒരേ പനിയാണെന്ന് നമുക്കറിയാമെങ്കിലും പലപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ഒന്നാവില്ല. കാരണം ആളും തരവും അവരുടെ സിറ്റുവേഷനും അവർക്ക് വേണ്ട സപ്പോർട്ട് എന്താണെന്നുള്ളതനുസരിച്ചാണ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, പാരസൈറ്റിന് എഗെയിൻസ്റ്റ് ഉണ്ട്, വൈറസിന് എഗെയിൻസ്റ്റ് ഉണ്ട്, ഫംഗസിന് എഗെയിൻസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുതരം ക്ലാസിഫിക്കേഷൻ ആൻറ്റിബയോട്ടിക്സിനുണ്ട്. ഇനി രണ്ടാമത് ചില തരം ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അവർ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലണ്ടൻ സ്റ്റാച്ചു വെച്ച പോലെ ആ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ബാക്ടീരിയ അങ്ങ് അറസ്റ്റായി പോകും. അവിടെ അങ്ങനെ ലണ്ടൻ സ്റ്റാച്ചു പോലെ നിൽക്കും. ബാക്ടീരിയ എങ്ങനെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ജനറേഷൻ ടൈം, അതായത് 1-2 ഇരട്ടിക്കാനുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ ആ ജനറേഷൻ ടൈം ചിലപ്പോൾ മിനിറ്റുകളോ സെക്കൻഡുകളോ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് തുമ്മിക്കഴിയുന്നതിനുള്ളിൽ, അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുള്ളിൽ തന്നെ 10,000 ബാക്ടീരിയയുടെ എണ്ണം 1000-ന് മേലെ പോയിട്ടുണ്ടാവും. അംഗസംഖ്യ പെട്ടെന്ന് കൂടും. അപ്പോൾ ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻറ്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ ഈ ലണ്ടൻ സ്റ്റാച്ചു വെച്ച് അങ്ങ് നിർത്തുക. അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അങ്ങ് നിൽക്കും. അപ്പോൾ രാവിലെ 10 ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചയ്ക്കും 10 തന്നെ ഉണ്ടാവുള്ളൂ. അവർക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതിനെ ഒന്ന് ഫ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രോഗപ്രതിരോധ ശക്തിയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആ 10 കൊല്ലാൻ പറ്റും. അതേസമയം രോഗപ്രതിരോധ ശക്തി അത്യാവശ്യം ഇല്ലാത്ത ആൾക്കാരാണ്, അതായത് വേണ്ടത്ര ഇല്ലാത്ത ആൾക്കാർ, പറയുകയാണെങ്കിൽ ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, ഭയങ്കര പ്രായമായവർ, ഡയബറ്റീസൊക്കെ നല്ലവണ്ണം കൂടിയിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് പോയി ലണ്ടൻ സ്റ്റാച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ ആ ബാക്ടീരിയനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ മൈക്രോബ്സിനെ തരണം ചെയ്യാൻ അവർക്ക് പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ച് കൂടിയ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഒരേ വീട്ടിൽ തന്നെ പല ആൾക്കാർക്ക് ഒരേ ഇൻഫെക്ഷൻ കടന്ന് റൗണ്ട് അടിക്കുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരാൾ പോയി ഡോക്ടറിനെ കണ്ടിട്ട് ഒരു മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും കഴിച്ചാൽ മതിയല്ലോ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. നമുക്കും അറിയാം, ഡോക്ടർക്കും അറിയാം അസുഖം ഒന്നാണെന്ന്. പക്ഷേ ഓരോരുത്തരും സെപ്പറേറ്റ്ലി പോയി കണ്ട് അവരവരുടെ പ്രിസ്ക്രിപ്ഷൻ മേടിക്കണം. എല്ലാവർക്കും കൂടെ ചേർത്ത് പാരസെറ്റമോൾ മേടിക്കുന്ന പോലെ ഫാമിലി പാക്ക് ആയിട്ട് പറ്റില്ല. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആസ് ഇൻ സ്കൂൾ ഹോസ്റ്റൽ, നമ്മൾ ആ MBBS-നൊക്കെ കയറുന്നതിന് മുമ്പുള്ള കാലത്ത് ഇങ്ങനെ ഒരു സെയിം അസുഖം അല്ലെങ്കിൽ സെയിം രോഗലക്ഷണങ്ങൾ എല്ലാവർക്കും കണ്ടു കഴിയുമ്പം ഇങ്ങനെ പറയുന്നതാണ്, ഒരാൾ പോയി കണ്ടിട്ട് മരുന്ന് മേടിച്ചാൽ പോരെ,
പല വീടുകളിൽ ഇപ്പോഴും നാട്ടിൻപുറത്തൊന്നല്ല ആക്ച്വലി, നമ്മൾ ആ ഒരു മെഡിക്കൽ ഫ്രെറ്റേണിറ്റി ഇല്ലാത്ത വീട്ടുകളിൽ ഐ ഹവ് സീൻ ഇറ്റ് ഹാപ്പൻ. എല്ലാവർക്കും ആടാ നീ ഒന്ന് പോയി ഡോക്ടറിനെ കണ്ടിട്ട് മരുന്ന് മേടിച്ചോണ്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളത് ആകുമല്ലോ എന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ബാക്ടീരിയ ഒന്നായിരിക്കും കേട്ടോ, പക്ഷെ മരുന്ന് ഒന്നാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ ആൻറ്റിബയോട്ടിക്കും ഓരോ വ്യക്തിയും ഓരോ സിറ്റുവേഷനിലും കൺസ്യൂം ചെയ്യുന്നത് ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ അഗെയിൻസ്റ്റ് ആയിരിക്കണം. ഓരോ വ്യക്തിക്കും ഓരോ സിറ്റുവേഷനിലും ടൈലർ ചെയ്താണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ദ റീസൺ വൈ ആൻറ്റിബയോട്ടിക്സ്, ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ആൻറ്റിബയോട്ടിക്സ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ ഹോസ്റ്റ്. അതായത് ആൾക്കാരിലും വ്യത്യാസമുണ്ട്, ആൻറ്റിബയോട്ടിക്സിലും വ്യത്യാസമുണ്ട്, ബാക്ടീരിയയ്ക്കും വ്യത്യാസമുണ്ട്. ഈ ബാക്ടീരിയയും സ്വന്തമായി ചിന്തിച്ച് സ്വന്തമായി അവരുടെ രീതിയിൽ പോകുന്ന സാധനം, മനുഷ്യരും സ്വന്തമായ രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ പോകുന്ന ആൾക്കാർ. ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് അല്ലെങ്കിൽ കെമിക്കൽസ് ആണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ആളെയും ബാക്ടീരിയയും അനുസരിച്ചാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ ചൂസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് മേക്സ് ആൻറ്റിബയോട്ടിക്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ മെഡിസിൻസ്. ഓക്കെ, അപ്പോൾ ആള് ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഇങ്ങേരുടെ കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആൻഡ് കുറേ അധികം കഥകൾ നമുക്ക് അറിയാനുണ്ട് എന്തായാലും. സോ കീപ് ഓൺ ലിസണിങ് ടു SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ് നമുക്കിന്ന് ആൻറ്റിബയോട്ടിക്സ് എന്ന മേഖലയെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ കൂടെയുള്ളത് ഡോക്ടർ ദീപ്തി മധുവാണ്, മിറ്റേര ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ് ഇന്ന് നമ്മൾ മിറ്റേര ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപ്തി മധുവിനൊപ്പം ഒരു ചിറ്റ് ചാറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകളെ പറ്റിയിട്ട്. അപ്പോൾ ആളെ പറ്റി കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം ഡോക്ടറെ വേറൊന്നുമല്ല, നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്സിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്? ഇമ്പോർട്ടൻസ് ഇത്രയും ആൻറ്റിബയോട്ടിക്സിന് കിട്ടിയത് ഒരു കഴിഞ്ഞ 10 കൊല്ലം അല്ല, ഞാൻ പറയാം 2011 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിലീസ് ചെയ്തത്. ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസേജ് നമ്മൾ നല്ലവണ്ണം മോണിറ്റർ ചെയ്യണം. അപ്പോൾ 2011 ലോകാരോഗ്യ സംഘടന അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിലീസ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇസ് 13 years ബാക്ക്. അപ്പോഴേ ലോകമെമ്പാടും ഇതിൽ പ്രശ്നമായി കഴിഞ്ഞു. എന്താണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസേജിൽ ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കോശങ്ങളുടെ മേലല്ല ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളുടെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. രോഗാണുക്കൾക്ക് നമ്മൾ ആദ്യം സ്ഥാപിച്ചതാണ് ജീവനുണ്ട്, ജീവിതമുണ്ട്, സ്വതസിദ്ധമായ അവരുടെ രീതിയിൽ അവർ സഞ്ചരിച്ചങ്ങ് പോകും. അപ്പോൾ അതായത് ഡൈനമിക്കാണ്. നമ്മളൊരു മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നാച്ചുറലി ആ ബാക്ടീരിയ അല്ലെങ്കിൽ രോഗാണു ശ്രമിക്കും. ഇപ്പം നമ്മൾ പോകുന്ന വഴി ഒരു മരം മുറിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരം വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പം ഏത് ജീവജാലങ്ങൾക്കുള്ള ഒരു ക്വാളിറ്റിയാണത്. നമ്മളൊരു പ്രശ്നത്തിനെ മറികടക്കാൻ ശ്രമിക്കും. ബാക്ടീരിയയും ആ രോഗാണുക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. അവരുടെ മുന്നിൽ നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഇട്ട് കൊടുത്തു, അവരതിനെ മറികടക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് ബാക്ടീരിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉടലെടുക്കുന്നത്. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ജുഡീഷ്യസ് ആയിട്ട്, അതായത് വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അല്ലാതെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്ടീരിയകൾ റെസിസ്റ്റൻസ് ആർജിച്ചെടുക്കും. അത് റെസിസ്റ്റൻസ് ആർജിച്ചെടുക്കാനുള്ള സിറ്റുവേഷൻസ് ഞാൻ വെറുതെ ബ്രീഫായിട്ടൊന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ SOS പോലെ, എനിക്ക് ഇന്ന് തലവേദന വന്ന് ഞാൻ ഇന്നൊരു അസിത്രം കഴിച്ചേക്കാം എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിട്ട് കഴിക്കുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. 5 ദിവസം കഴിക്കേണ്ട ആൻറ്റിബയോട്ടിക്സ് 4 ദിവസം കഴിച്ചിട്ട് നിർത്തിയാൽ 4 ദിവസം ആകുമ്പോൾ ഞാൻ പറഞ്ഞ ആ 10 ബാക്ടീരിയ ഉണ്ടായിരുന്നു അത് 2 കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് 0 ആണെങ്കിൽ 5 ദിവസം കഴിക്കണം. അപ്പോൾ 4ാമത്തെ ദിവസം നിർത്തുമ്പോൾ 2 ബാക്കിയുണ്ട്. അവന്മാരെന്താ ചെയ്യുക? നമ്മൾ ഈ ജിമ്മിൽ പോയി ലിഫ്റ്റ് ചെയ്യുന്ന പോലെ അവർ 4 ദിവസമായിട്ട് ഈ ആൻറ്റിബയോട്ടിക്കിനോട് എക്സ്പോസ്ഡാണ്. അപ്പോൾ 5ാമത്തെ ദിവസം നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ അവർ ആൻറ്റിബയോട്ടിക്കിനെ വെല്ലാൻ പഠിക്കുന്നു. നമ്മളവരെ ജിം ട്രെയിനർ നിന്ന് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെ ആയിപ്പോൾ ആ ബാക്ടീരിയ അത് പഠിച്ചെടുക്കുന്നത് അവനിൽ ഒതുങ്ങത്തുമില്ല. അവൻ ബാക്കി ബാക്ടീരിയകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും, അതായത് അവൻ വേറൊരു ജിം തുടങ്ങും. ആ വേറെ ബാക്ടീരിയകളെ, വേറെ രോഗാണുക്കളെ അത് പഠിപ്പിച്ചവനങ്ങ് എടുക്കുക. സോ തിങ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. അങ്ങനെയാണ് ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജനറലി മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യമുണ്ട്, എൻ്റെ ശരീരമല്ലേ, ഞാൻ റിസ്ക് എടുത്തോളാം. നമ്മൾ പലപ്പോഴും നമ്മൾ കൊക്കക്കോള കുടിക്കുമ്പോഴാണ് വി നോ ഇറ്റ് ഈസ് ബാഡ് ഫോർ അസ്, പക്ഷേ എൻ്റെ ശരീരമല്ലേ, ഐ ക്യാൻ ടേക്ക് ദ ഡിസിഷൻ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ആൻറ്റിബയോട്ടിക്സിൻ്റെ കാര്യം എഗെയിൻ
ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകും. ഇപ്പോൾ ഇഫ് ഐ ഗീവ് എ ഷേക്ക് ഹാൻഡ് ടു യു, ഹാഫ് ഓഫ് ദ ബാക്ടീരിയ വിച്ച് ആർ ദെയർ ഓൺ മൈ ഹാൻഡ് വിൽ ഗെറ്റ് ട്രാൻസ്ഫർ ടു യുവർ ഹാൻഡ്. പക്ഷെ നമ്മുടെയൊക്കെ കൈകളിലുള്ള ബാക്ടീരിയ നോർമലി സാധാരണ പാവം ബാക്ടീരിയയാണ്. അപ്പോൾ ആ പാവം ബാക്ടീരിയ ടു പാവം ബാക്ടീരിയ കുഴപ്പമില്ല. അപ്പം 4 ദിവസം കഴിച്ച് ജിമ്മിൽ പോകുന്നവരല്ല, അല്ല, അത് വഴി കൂടെ നടക്കുന്ന പോലെ സാരമില്ല. ഇപ്പം വഴി കൂടെ നടക്കുമ്പോൾ ഒരു ഹലോ പറഞ്ഞിട്ട് പോകുന്ന പോലെ ഉള്ളൂ. പക്ഷേ ഈ 4 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടിരിക്കുന്ന ഒരാളുടെ ശരീരത്ത്, ഞാൻ പറഞ്ഞില്ലേ 5ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ജിമ്മിൽ പോയ പോലെ കുറച്ച് മസിൽ മന്നന്മാർ ഇറങ്ങും. ഈ മസിൽ മന്നന്മാരായിരിക്കും അയാളൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ അടുത്ത ആളിലേക്ക് പോവുക. അവർ അടുത്ത ആളുടെ ശരീരത്തിലും കയറുന്നു. അവർക്ക് ആ 2ാമത്തെ ആൾക്ക് എന്നെങ്കിലും രോഗപ്രതിരോധ ശക്തി ഇച്ചിരി കുറയുകയോ ഒരു 2 തുമ്മൽ വരുമ്പോൾ ആ കൈ കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ മൂക്കൊന്ന് പൊത്തുന്നു. അപ്പോൾ അലർജിയുടെ ഒരു തുമ്മലായിരുന്നായിരിക്കും, പക്ഷേ ആ മൂക്കൊന്ന് തുടയ്ക്കുമ്പോഴത്തേക്കും ആ ബാക്ടീരിയ ഉള്ളിൽ കയറുന്നു, രോഗം ഉണ്ടാകുന്നു. ഇത് ഐ സ്പോക്ക് അബൌട്ട് ദ സിംപ്ലസ്റ്റ് തിങ്, കൈ ഹാൻഡ് ഷേക്കാണ് പറഞ്ഞത്. ഇനി ഒരു വീടാണെന്ന് വിചാരിക്കും, ഒരു അമ്മയും കുഞ്ഞും ആണെങ്കിലോ അവിടെ ഒരു സിമ്പിൾ റിലേഷൻഷിപ്പ് അല്ല. ആ അമ്മ 4 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ആൻറ്റിബയോട്ടിക് നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരുടെ ശരീരത്തിലുള്ള രോഗാണുക്കൾ ആ കുഞ്ഞിനെ എന്ത് ക്ലോസ് ആയിട്ടായിരിക്കും അമ്മ ഹാൻഡിൽ ചെയ്യുക, ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് മാറും. നമ്മളിപ്പം വളരെ കോമൺ ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് കൊച്ചു കുട്ടികളിൽ റെസിസ്റ്റൻസ്, ബാക്ടീരിയൽ റെസിസ്റ്റൻസ്. അവർ പല ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ടാവാനായിട്ടില്ല അവർക്ക് പ്രായം. അപ്പോൾ വേറെ ആരോ കഴിച്ച ആൻറ്റിബയോട്ടിക്സിൻ്റെ തുടർക്കഥ ആണ് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. സോ ഹെൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ബിക്കോസ് ഇറ്റ് ഹാസ് ദ എബിലിറ്റി, അല്ലെങ്കിൽ അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് പോകാം. ഒരാൾ കഴിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത്, ഒരാൾ തെറ്റായി ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത് അയാളിൽ ഒതുങ്ങില്ല, അത് സമൂഹത്തെ ബാധിക്കാം. ഹെൻസ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ലോകമെമ്പാടും വി സെലിബ്രേറ്റ് ഓർ ഈ ഒരാഴ്ച ഇതിനു വേണ്ടി മാറ്റിവെക്കും. എല്ലാവരും ഒരേ സമയത്ത് അറൗണ്ട് ദ വേൾഡ് വി സ്പെൻഡ് ടൈം, എനർജി, റിസോഴ്സസ് എല്ലാം മാറ്റിവെച്ച് എല്ലാവരിലേക്കും ഈ സന്ദേശം കൊണ്ടുവരാൻ. കാരണം എഡ്യൂക്കേഷൻ ഇസ് പവർ, വെളിച്ചമാണ്. അപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇത് ചെയ്യും, അറിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരാൾ ചെയ്യുന്ന തെറ്റായ കാര്യം ഒരാളിൽ ഒതുങ്ങില്ല, പലരിലേക്ക് അത് നീണ്ടുപോകാം. അപ്പോൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എത്രയും ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ കാണേണ്ടതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിനെ പറ്റി നമ്മൾ ഇനിയും കുറേയധികം കാര്യങ്ങൾ SK ജംഗ്ഷനിലൂടെ തന്നെ അറിയാനായിട്ട് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കൂടെ മിറ്ററ ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി മധു കൂടെ തന്നെയുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഇന്ന് ആന്റിബയോട്ടിക്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. SK ജംഗ്ഷനിൽ നമുക്ക് മിറ്ററ ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ദീപ്തി മധു കൂടെ തന്നെയുണ്ട്, ആന്റിബയോട്ടിക്സിനെ പറ്റി മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരാൻ. അപ്പോൾ എന്തായാലും നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി നമ്മൾ തുടക്കത്തിലേക്ക് തന്നെ പോവാണ്. ഒരു ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൂടുതലായിട്ടും എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് ഏതെങ്കിലും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴായിരിക്കും കണ്ടുമുട്ടുന്നത്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ച് കഴിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണല്ലോ അത്. എന്തുകൊണ്ടാണ് ശരിക്കും ആൻറ്റിബയോട്ടിക്സ് വാങ്ങുന്നത്, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എന്തുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്? ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട സമയത്ത്, കഴിക്കേണ്ട രീതിയിൽ, കഴിക്കേണ്ട പോലെ കഴിച്ചാലേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ടു എൻ എക്സ്റ്റെൻറ്റ് ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ മെഡിസിൻസ്. ഏത് മരുന്നാണെങ്കിലും അത് കഴിക്കണം. ഇപ്പം BP യുടെ മരുന്ന് രാവിലെ കഴിക്കാൻ മറന്നുപോയി, ഞാൻ വൈകിട്ട് കഴിച്ചേക്കട്ടെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇറ്റ്സ് കഴിക്കേണ്ട സമയത്ത് കഴിക്കണം. ഇനി ആൻറ്റിബയോട്ടിക്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 മണിക്ക് രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ 10 ബാക്ടീരിയയ്ക്ക് അപ്പോഴായിരിക്കും തൊണ്ടയ്ക്ക് ഒരു കിച്ചൊക്കെ ഫീൽ ചെയ്യുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്കും അവൻ 1000 ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ആൻറ്റിബയോട്ടിക്സിൻ്റെയും രാസഘടന അനുസരിച്ച്, ബാക്ടീരിയയുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി പറയുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയ നമുക്കറിയാം ഇവൻ അത്ര പ്രശ്നക്കാരനല്ല. നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്, ചൂസ് ചെയ്ത ആൻറ്റിബയോട്ടിക്, ആ വ്യക്തിക്കും ആ ബാക്ടീരിയയ്ക്കും ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത ആൻറ്റിബയോട്ടിക് കുറച്ച് നീണ്ട ഡ്യൂറേഷൻ എഫക്റ്റ് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും കഴിക്കാൻ പറയും. രാവിലെയും വൈകിട്ടും എന്ന് പറയുമ്പോൾ രാവിലെ 10 മണിക്ക് ഭക്ഷണത്തിൻ്റെ കൂടെയും വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെയല്ല, 2 നേരം കഴിക്കുന്നതാണെങ്കിൽ 12 മണിക്കൂർ ഇടവിട്ടാണ് കഴിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് 2 times a day. ഓക്കെ,
12 അപ്പോൾ രാവിലെ 8 മണിക്ക് കഴിക്കുകയാണെങ്കിൽ രാത്രി 8 മണിക്കാണ് കഴിക്കേണ്ടത്. അപ്പോൾ ദർ ഇസ് ഈക്വൽ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ 10 മണിക്ക് കഴിച്ചിട്ട് വൈകിട്ട് 4 മണിക്ക് കഴിച്ചാൽ ഇത് രണ്ടും നമ്മൾ 6 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ 4 തൊട്ട് പിറ്റേ ദിവസം 10 വരെ 18 മണിക്കൂറാവും. ഭയങ്കര ദൂരമാണ്. അപ്പോൾ ഇത് ഓരോ പ്രിസ്ക്രിപ്ഷൻ്റെ കൂടെയും ആ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ക്ലാവാം എന്നാണെങ്കിൽ ക്ലാവാം 111 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. 111 എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും അത് ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് ഫാർമസിയിൽ നിന്ന് പറഞ്ഞു തരും. എന്നാലും ഇറ്റ് മീൻസ് 8 hours അപ്പാർട്ട്, 8 മണിക്കൂർ ഇടവിട്ടാണ് ഇതാണ് കഴിക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു പ്രിസ്ക്രിപ്ഷനിലൂടെ അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും ഈ സെയിം ആൻറ്റിബയോട്ടിക് തന്നെ പല രീതിയിൽ പല ആൾക്കാരിൽ പല ഫ്രീക്വൻസിയിൽ പല ഡോസുകളിൽ ഉപയോഗിക്കാം. ഒരേ ആൻറ്റിബയോട്ടിക് തന്നെ UTI, അതായത് മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നത് ഒരു ഡോസായിരിക്കും. തലവേദന സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ കഴിക്കുന്നത് വേറൊരു ഡോസായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മരുന്ന് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള അത് രാവിലെ ഉച്ചയ്ക്കും കഴിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രാവിലെ 10 ബാക്ടീരിയ ഉണ്ടായിരുന്നത് വൈകിട്ടാവുമ്പോൾ 1000 ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ രാവിലെ കഴിച്ചു. വൈകിട്ടാവുമ്പോൾ അത് 10 തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ എഫക്റ്റ് അടുത്ത 12 മണിക്കൂർ നീണ്ടു നിൽക്കും. അങ്ങനെ എത്ര ഡ്യൂറേഷൻ പ്രൊട്ടക്ഷൻ ഒരു ആൻറ്റിബയോട്ടിക്കിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുക. എവിടെയാണ് ഇൻഫെക്ഷൻ, വെദർ യൂറിനറി ട്രാക്റ്റിലാണോ, സൈനസിലാണോ, സൈനസൈറ്റിസ് ആണോ, തൊണ്ടവേദനയാണോ, ഹൃദയത്തിൽ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഇസ് ഓൾസോ ആൻ ഇൻഫെക്ഷൻ. ഹൃദയത്തിലാണോ, ഹൃദയത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ UTI ഉള്ളപ്പോൾ കഴിക്കുന്ന അതേ ഡോസ് മതിയോ ഹൃദയത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും? ഒരിക്കലും പോലെ. എന്നാൽ ഇൻഫെക്ഷനുകൾക്കെല്ലാം ഒറ്റ സിംറ്റം ആയിരിക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ളൂ, പനി. പക്ഷെ ബാക്കി ടെസ്റ്റുകളും ഓരോ ഇൻഫെക്ഷനും സ്പെസിഫിക് ആയിട്ടുള്ള കൾച്ചർ സെൻസിറ്റിവിറ്റികളുണ്ട്. കൾച്ചർ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പം ഏതാണോ അഫക്റ്റഡ് സിസ്റ്റം ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കും. യൂറിനറി ട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂറിൻ സാമ്പിൾ എടുത്തിട്ട് അതിൽ നോക്കും ഏത് ടൈപ്പ് ബാക്ടീരിയ ആണ്, ഏതൊക്കെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കാം, ആ പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഈ പേഷ്യൻറ്റിലുള്ള ബാക്ടീരിയ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിലേത് ആൻറ്റിബയോട്ടിക് ആണ് സെൻസിറ്റീവ് ആയിട്ടുള്ളതെന്ന് നോക്കി അത് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ചാൻസസ് ഓഫ് സക്സസ് ആർ മച്ച് മോർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെയും ഓരോ ഇൻഫെക്ഷനും ഏത് സൈറ്റാണെന്ന് നോക്കി ഏത് പേഷ്യൻ്റാണെന്ന് നോക്കി ഒക്കെ തീരുമാനിക്കുന്നത്. ദെയർഫോർ ഇത്രയും കാര്യങ്ങൾ നോക്കി പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യമേ നമ്മൾ പറഞ്ഞ അൽഗോരിതം, ആ അൽഗോരിതം എപ്പോഴും ഒരു ഡോക്ടർ പേഷ്യൻ്റ് കൺസൾട്ടേഷൻ വിസിറ്റിലായിരിക്കും നടക്കുക. സോ ഓൾവേസ് ഫോളോ എ പ്രിസ്ക്രിപ്ഷൻ. അതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോഴും ആദ്യമേ ഞാൻ പറഞ്ഞു രാസപദാർത്ഥമാണ്, കെമിക്കലാണ്. ഓരോ ആൻറ്റിബയോട്ടിക്കിനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ചില സൈഡ് ഇഫക്ട്സ് പോസിബിലിറ്റീസ് ഉണ്ടാവും. ഏത് മരുന്നിനാണെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാവരിലും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. എല്ലാവരിലും അങ്ങനെ കാണാറില്ല, പക്ഷെ ചില ആൾക്കാരിൽ ഉണ്ടാവും. അപ്പോൾ ചില ആൻറ്റിബയോട്ടിക് തരാൻ നേരത്ത് ഡോക്ടർ തന്നെ പറയും ഇത് ആദ്യത്തെ ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം കഴിച്ചു കഴിയുമ്പോൾ ചൊറിഞ്ഞു തടിച്ച് വരികയാണെങ്കിൽ പറയണം. അല്ലെങ്കിൽ പാൽപിറ്റേഷൻ, ഹൃദയമിടിപ്പ് കൂടുപ്പ് സ്വയമേ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരണം. ഇങ്ങനെയുള്ള ഓരോ മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും ഒരു ഡോക്ടർ പേഷ്യൻ്റ് കൺസൾട്ടേഷൻ്റെ സമയത്തെ അറിയുള്ളൂ. ഇതെല്ലാം നമ്മൾ ഒരു പേഷ്യൻ്റ് പെൻസിലിന് അലർജി ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് ഒരിക്കലും പെൻസിലിന് സമാനമായ ആൻറ്റിബയോട്ടിക്സോ പ്രിസ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുമ്പം എന്താണ് പെൻസിലിന് സമാനമായ ആൻറ്റിബയോട്ടിക് എന്ന് ഗൂഗിളിന് പോലും പറഞ്ഞു തരാൻ പറ്റില്ല. So it is always better when it comes as a decision at the end of a doctor-patient consultation. അപ്പോൾ ഡോക്ടർ പേഷ്യൻ്റ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ലൈഫിൽ. ഒരു രോഗാവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ അത്രയും വീക്കായിരിക്കുന്നൊരു സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് നമുക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എങ്ങനെ പോയാലും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ പറ്റിയൊരു സോഴ്സ് നമുക്കുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് കേട്ടോ. ആൻറ്റിബയോട്ടിക്സിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല, SK ജംഗ്ഷനും തീരുന്നില്ല. കേട്ടോടെയിരിക്കും സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി. കാലത്തിനൊപ്പം കൂടെയുണ്ട് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ആ ഒരു മരുന്നിന് കുറേയധികം ഭാവങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്, ഭാവഭേദങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ
ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഡോക്ടർ. വേറൊന്നുമല്ല, ഇത് നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് നോർമലി മനുഷ്യർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് ആണോ ആക്ച്വലി? ഇത് വളരെ രസകരമായിട്ടുള്ള പക്ഷേ കുറിക്കൊള്ളുന്നൊരു ചോദ്യമാണ്. കാരണം അസുഖങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ലല്ലോ വരിക, അത് ബാക്കി ജീവജാലങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മൃഗങ്ങൾക്ക് വരാം, ചെടികൾക്കും വരാം. സോ ചെടികൾക്ക് ഇപ്പം നമ്മൾ അല്ലെങ്കിൽ മൃഗങ്ങൾക്കാണെങ്കിൽ നമ്മൾ വെറ്റിനറി സയൻസിലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പഠിക്കുന്നുണ്ട് ഇൻഫെക്ഷൻസിൻ്റെ കാര്യങ്ങൾ. മൃഗങ്ങൾക്ക് മേലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ വെറ്റിനറി ഹോസ്പിറ്റലിന് മുന്നിലൊക്കെ, ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ നല്ല അവിടെ ഉണ്ട് ടോക്കൺ സിസ്റ്റവും ക്യൂ ഒക്കെ. അപ്പോൾ അതുപോലെ അവിടെ പശുക്കളെ കൊണ്ടും ആടുകളെ കോഴികളെയൊക്കെ ആയിട്ട് പട്ടിക്കുട്ടികളെ എല്ലാം ആയിട്ട് ആൾക്കാർ വരികയും ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിലും പോകുന്നുണ്ട് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻസ്. കാരണം അവരിലും ഉണ്ടാകുന്നുണ്ട് ഇൻഫെക്ഷൻസ് നാച്ചുറലി. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിൽ നമ്മുടെ ചെടികളിലും ഈ കുത്തു പോലെ വരുന്നു. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കുത്തു വരുന്നു എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന സാധനങ്ങൾ എല്ലാം ജീർണിച്ചു പോകുന്നു. റൂട്ട് റോട്ട് എന്നൊക്കെ പറയുന്നൊരു ഫംഗസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് റൂട്ട് തന്നെ അങ്ങ് ചീഞ്ഞ് തുടങ്ങുമ്പോൾ മുകളിൽ നിൽക്കുന്ന ഇലയും കായുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും. അപ്പോൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇനി നമ്മുടെ വീട്ടിലൊരു പശുവുണ്ട്, ആടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പട്ടിയോ പൂച്ചയോ ഉണ്ട്, അതിനെ സ്വന്തം കുടുംബം പോലെ കരുതുന്നവരുണ്ട്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് ആൻഡ് ഐ റെസ്പെക്ട് സച്ച് പീപ്പിൾ. ഐ ആം വൺ ഓഫ് ദം. ഐ റിയലി ലവ് ആനിമൽസ്. തെറ്റാണുള്ളത്. 3 പട്ടികളുണ്ട്. 4ാമതൊരെണ്ണത്തിന് വേണ്ടി ചോദിച്ചു, വീട്ടുകാർ പറഞ്ഞു പോയി പട്ടിക്കുട്ടി കിടന്നോളാൻ പറഞ്ഞു. ഇനി ഒരു കൂടുണ്ടാവില്ല, വേണമെങ്കിൽ നിന്റെ സ്വന്തം സ്ഥലം കൊടുക്കേണ്ടി വരുമെന്ന്. അബ്സല്യൂട്ട്ലി. അപ്പോൾ അങ്ങനൊരു ജീവജാല സ്നേഹിയാണ് ഞാൻ. അതുകൊണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ റെസ്പെക്ട് സച്ച് പീപ്പിൾ. പക്ഷെ അവരിലും ഇതേ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ മൊത്തം 5 ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ 4 ദിവസത്തിൽ നിർത്താൻ പാടില്ല. വി ഹാവ് ടു ഗീവ് ദം ഫുൾ 5. ഇപ്പോൾ ഒരു എൻ്റെ ഏറ്റവും ഇളയ പട്ടി, ഏറ്റവും ഇളയെന്നാണ് ഞാൻ പറയുന്നത്, ഏറ്റവും കുഞ്ഞു പട്ടി ഷിറ്റ്സു ആണ്. അതിനെ ഒന്ന് മരുന്ന് തീറ്റിക്കാൻ കുട്ടികളെക്കാട്ടും ഷാഡിയാണ്. തുപ്പിക്കളഞ്ഞാൽ പോട്ടെ എന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ഗിവൺ. കുട്ടികളെ എങ്ങനെ നിർബന്ധിച്ച് കഴിയുന്ന പാല് കലക്കിയോ ബ്രെഡ് കുതിർത്തോ എങ്ങനെ കൊടുത്താൽ ഇറ്റ് ഹാസ് ടു ബി ഗിവൺ. അതുപോലെ അതിൻ്റെ അഡിയറൻസ് ഡോസ് കറക്റ്റ് സമയത്ത് തന്നെ പോകണം, കറക്റ്റ് ഡോസ് തന്നെ പോകണം, ആ കറക്റ്റ് ഡ്യൂറേഷനിൽ തന്നെ പോകണം. അതൊരു വശം. മറുവശം വേറെന്നുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏത് ജീവജാലമാണെങ്കിലും മെലിയും, വെയിറ്റ് പോകും, കൊഴുപ്പ് കുറയും. കാരണം ഒരു സൈഡിൽ നമ്മൾ സ്നേഹത്തിന് വേണ്ടി വളർത്തുന്ന ആനിമൽസ് ഉണ്ട്, പട്ടി പൂച്ച. മറ്റേ സൈഡിൽ ലൈഫ് സ്റ്റോക്ക് ഉണ്ട്. വി റെയർ ദം. അവരെ വളർത്തുന്നത് പാലിനായിട്ട്, മുട്ടയ്ക്കായിട്ട്, ഇറച്ചിക്കായിട്ട്, മാംസത്തിനായിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റോക്ക് ഫാർമർ, അതായത് അങ്ങനെയുള്ളൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കോഴിക്ക് വെയിറ്റ് വെക്കുന്നില്ലെങ്കിൽ, പശുവിൻ്റെ പാലിന് കൊഴുപ്പ് കുറവാണെങ്കിൽ അതൊക്കെ അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും ഈ പാർഷ്യലി എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പാർഷ്യലി മാത്രം അറിവുള്ള ആൾക്കാർ ഇവർക്ക് ഉപദേശം കൊടുക്കും. ഇന്ന കാലിത്തീറ്റ അല്ലെങ്കിൽ ഇന്ന കോഴിത്തീറ്റ കൊടുക്കൂ, ആ കോഴിത്തീറ്റയുടെ കൂടെ ഈ സപ്ലിമെൻറ്റും കൂടെ കൊടുത്തോളൂ. അപ്പോൾ ഈ സപ്ലിമെൻറ്റ് കൊടുത്താൽ കോഴിക്ക് അധികം അസുഖം വരില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് വെക്കുമെന്ന് പറയുന്ന ആ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ആൻറ്റിബയോട്ടിക്കാണ്. ആൻറ്റിബയോട്ടിക് ഒരസുഖവും ഇല്ലാത്തൊരു കോഴിക്ക് അല്ലെങ്കിൽ പശുവിന് നമ്മൾ കൊടുക്കുകയാണ്. എന്തിനാ? അവർക്ക് അസുഖം വരാതിരിക്കാൻ. അസുഖം വരാതിരുന്നാലേ വെയിറ്റ് വെക്കുകയുള്ളൂ. അത് ശുദ്ധഗതി കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ കൊടുക്കുന്ന അഡ്വൈസാണ്. അപ്പോൾ അടുത്ത തവണ എവിടെ നിന്നെങ്കിലും ഇങ്ങനെ ഒരു അഡ്വൈസ് കിട്ടി ആ സപ്ലിമെൻറ്റ് നേരെ എടുത്ത് കോഴിയുടെ അല്ലെങ്കിൽ പശുവിൻ്റെ തീറ്റയിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കുക. അത് ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ അവർക്ക് അസുഖം വരാതിരിക്കാനുള്ള ബാക്കിയുള്ള മെഷേഴ്സ് നമുക്കെടുക്കാം. ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അസുഖം വരാതെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന കർമ്മഫലം പോലെ അത് ബൂമറാങ് പോലെ അടിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. കാരണം ആ ആൻറ്റിബയോട്ടിക് കഴിച്ച് അസുഖമില്ലാതെ കൊടുത്തു വരുന്ന കോഴിയുടെ ശരീരത്തിൽ ഇഷ്ടംപോലെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവും. ആ കോഴിയെ അറക്കുകയോ മുറിക്കുകയോ ചെയ്യാൻ നേരത്ത് ഒഴുകി വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ പൂടയിൽ പോലും ഉണ്ടാവും ആൻറ്റിബയോട്ടിക്സ്. പൂടയിൽ ആൻറ്റിബയോട്ടിക്സ് അവിടെ നിൽക്കട്ടെ, നമ്മൾ ആരെങ്കിലും മനുഷ്യരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അത് കഴിക്കുന്നത്. ആ കഴിക്കുന്നതിനകത്തും ഒരു അംശം ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാവും. പശുവിന് കാലിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം വടിച്ച് തിന്നുന്ന സിറ്റുവേഷൻ എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. ബാക്കി കാലിത്തീറ്റ നമ്മൾ എന്താവും ചെയ്യുക? ഒഴുക്കിക്കളയും. ആ ഒഴുക്കിക്കളയുന്ന കാലിത്തീറ്റ എങ്ങോട്ടാണ് പോണത്?
ആ ആൻറ്റിബയോട്ടിക്സ് ഉൾപ്പെടെ നമ്മുടെ ജലാശയങ്ങളിലെത്തുന്നു, നമ്മുടെ പുഴകളിൽ, നദികളിൽ എത്തുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ മീനിലും എത്തുന്നു ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഞാൻ കോഴിക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു, പക്ഷെ എൻ്റെ കോഴിയെ ഞാൻ തിന്നുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാലും ആ കോഴിക്കോട് കഴുകുന്ന വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അത് ജലാംശത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബോഡീസിലെത്തും. നമ്മൾ പോലും അറിയില്ല. അത് എത്തിയ വാട്ടർ ബോഡിയിലെ മീനായിരിക്കും നമ്മളെടുത്ത് കഴിക്കുക. കർമ്മഫലം ചുറ്റി വരും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസിനും അത്രത്തോളം, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് പ്രൊട്ടൈൻ ചെയ്തെടുക്കുന്ന ഡിസിഷൻസിന് അത്രയും വലിയൊരു ഇമ്പാക്റ്റ്. നേരത്തെ പറയുന്നത് ഒരു നീണ്ട വാക്യമാണ്, മണിച്ചിത്രത്താഴിൽ പറയുന്ന പോലെ ഒരു നീണ്ട വാക്യമാണ്. അതിന് ഇമ്പാക്റ്റ് നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന 1-2 ദിവസത്തിലാവില്ല, ഒത്തിരി നാളുകളിലേക്ക് അത് നീണ്ടു നിന്നേക്കാം. പല ജീവിതങ്ങളെ അത് അഫക്റ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ്, നമ്മുടെ ആണെങ്കിലും പശുവിൻ്റെയോ ആടിൻ്റെയോ ആരുടെ ആയിക്കോട്ടെ, എന്തെങ്കിലും കാരണവശാൽ അത് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി 3 കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. എന്ത് ചെയ്യണം? വെള്ളത്തിലൊഴിച്ച് കളയരുത്. ടാപ്പിലോ വാഷ് ബേസിനിലോ ഒഴിച്ച് കളഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സോ അങ്ങനത്തെ മരുന്നുകളുണ്ടെങ്കിൽ അടുത്ത തവണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ തന്നെ അത് കൈമാറുക. ഫാർമസിയിൽ കൊണ്ടുപോയി കൊടുത്താൽ പാർഷ്യലി യൂസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ കൊടുത്താൽ അവരത് ശാസ്ത്രീയമായി സംസ്കരിച്ചോളൂ. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ തന്നെ സംസാരിച്ചത് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതൊന്നും വരത്തില്ല. ഇതിപ്പോൾ ഒരു കുറച്ച് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഗുളികയല്ലേ കഴിച്ചിട്ടുള്ളൂ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പെറ്റ്സായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആദ്യം ശ്രദ്ധിക്കുക. അതുപോലെ അവർക്കും കിട്ടുന്നത് ഇതുപോലെ ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും. അത് കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് അവർക്ക് കൊടുക്കുക. ആൻഡ് ഇപ്പോൾ ഡിസ്പോസിങ് മെത്തേഡും ഡോക്ടർ പറഞ്ഞു തന്നു. ഇതൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഇപ്പോൾ അതിനെപ്പറ്റി ഡൗട്ടുള്ള ആളുകൾ കുറേ അധികം ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്ന ഡോക്ടർക്ക് ഇരിക്കട്ടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ള തന്നെ യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ്. ഇന്ന് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എന്ന മരുന്നുകളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പലതരത്തിലാണ് നമ്മുടെ സംഭാഷണങ്ങൾ ഇങ്ങനെ ഓടി ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുകൾ ഷെയർ ചെയ്യാനായിട്ട് കൂടെയുണ്ട് നമ്മുടെ സ്വന്തം മിറ്റേറ ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി മധു. ഡോക്ടർ, നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ പറ്റി കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചു ഈ ഒരു സമയം കൊണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു കോയിൻ ആകുമ്പോൾ 2 സൈഡുകൾ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സിന് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും ഉണ്ടാവാം. അപ്പോൾ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത് കൊണ്ടുള്ള? യു റൈറ്റ്ലി പുട്ട് ഇറ്റ്. ഒരു കോയിന് ഇരുവശമുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ആകുമ്പോൾ മാത്രം കൂട്ടുപിടിക്കുന്ന ഒരു സെറ്റ് മരുന്നാണ് ആൻറ്റിബയോട്ടിക്സ്. നമുക്ക് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ മറുവശം കൂടെ ടോളറേറ്റ് തല പറ്റുള്ളൂ എന്നുള്ള ഒരു ചൊല്ലുണ്ട്. ഇഫ് യു പ്രേ ഫോർ ദ റെയിൻ യു ഹാവ് ടു ഡീൽ വിത്ത് ദ മഡ് ടു എന്ന് പറഞ്ഞ പോലെ മഴ പെയ്താൽ ചെളിയുണ്ടാവും എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാൽ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളപ്പോഴേ നമ്മൾ കഴിക്കുള്ളൂ. പക്ഷേ വി ഷുഡ് ബി വില്ലിംഗ് ടു ഫേസ് ഓർ വി ഷുഡ് ടേക്ക് മെഷേഴ്സ് ടു മിനിമൈസ് ദ സൈഡ് എഫക്റ്റ്. ഇനി ആൻറ്റിബയോട്ടിക്സ് ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളെ എഗെയിൻസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായി നമ്മൾ കഴിക്കുന്നതാണ്. അവർക്ക് ജീവനോടൊക്കെ പറഞ്ഞു. ഇനി യൂറിനറി ട്രാക്റ്റിലാണ് ഇൻഫെക്ഷൻ ഉള്ളത് എന്ന് വിചാരിക്കുക. നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മൾ സ്വാളോ ചെയ്യുന്ന മരുന്നായിരിക്കാം, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആയിരിക്കാം. ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്നതാണെങ്കിൽ നമ്മുടെ സ്റ്റമക്കിൽ ചെന്നിട്ട് അവിടുന്ന് രക്തത്തിലേക്ക് കയറുന്നു. നമ്മൾ ഇഞ്ചക്ഷൻ ആണെങ്കിൽ നേരെ രക്തത്തിലേക്ക് കയറുന്നു. രക്തത്തിൽ കയറുന്ന ആൻറ്റിബയോട്ടിക് ആ യൂറിനറി ട്രാക്റ്റ് മാത്രമേ പോവുള്ളൂ. ശരീരത്തിൽ അടിമുടി പോവും. താഴത്തെ ചെറുവിരൽ തൊട്ട് മുടിയുടെ അറ്റം വരെ എല്ലാ ജീവനുള്ള കോശങ്ങളിലും അതെത്തും. അല്ലാതെ ആൻറ്റിബയോട്ടിക്കിന് നമ്മൾ റൂട്ട് മാപ്പും GPS ഇട്ടിട്ടല്ല ഇവിടുന്ന് യൂറിനറി ട്രാക്ട്, യുവർ ടാർഗറ്റ് ഇസ് യൂറിനറി സിസ്റ്റം, അങ്ങനെയല്ലല്ലോ. അപ്പോൾ എല്ലായിടവും പോവും. അതുപോലെ തന്നെ നമ്മുടെ ഒരു സൈഡ് ഇഫക്ട്സിൻ്റെ ഭാഗമായിട്ട് തന്നെ സൈഡ് ഇഫക്ട്സ് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്നത് ഇത് നമ്മൾ ഓറലി കഴിക്കുന്ന മരുന്നാണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, സ്റ്റമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ അത് എത്തിയിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റമക്കിലും ഇൻറ്റസ്റ്റൈനിലും ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്ന ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്, സ്റ്റമക്കിലുള്ള നല്ല ബാക്ടീരിയ ആണ്
നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് വരെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മൂഡുകളെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ദ വേ വി തിങ്ക് പോലും. അങ്ങനെയൊക്കെ ആലോചിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, എന്നാലും വി വിൽ എഗ്രി ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് നമ്മുടെ ഗട്ടിലുള്ള ഫ്ലോറ നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വിറ്റമിൻ കെ, ഇതൊക്കെ ഗട്ടിലുള്ള ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നേരെ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ ഈ ചെല്ലുന്ന ആൻറ്റിബയോട്ടിക്കിന് നല്ലവൻ ഇവനെ തൊടണ്ട, ചീത്ത അവനെ കൊല്ലാം, അങ്ങനെയുള്ള വിവേകമൊന്നുമില്ല. അവരൊരുമാതിരി ഈ ഓപ്പൺ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മെഷീൻ കണത്ത് പടക്കടക്കടാന്ന് വെട്ടുന്നാൽ എല്ലാവരും അങ്ങോട്ട് കൊല്ലും. സോ ഒരു രക്ഷയില്ല, അവർക്ക് എല്ലാവരും ഒരുപോലെ എല്ലാവരും കൂടെ വെടിവെച്ച് അങ്ങ് തുരത്തും. അപ്പോൾ നമ്മുടെ സ്റ്റമക്കിലുള്ള ഫ്ലോറ നല്ലവണ്ണം കുറയും. ആ സമയത്ത് ആണ് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങും. ആൻറ്റിബയോട്ടിക്സ് കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മുടി കൊഴിയുന്ന പോലെ തോന്നും, സ്കിൻ ചിലപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ടെന്ന് വെച്ചാൽ ചൊറിയുന്ന പോലെ അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന പോലെ തോന്നും. ചിലർക്ക് അത് വയർ അസ്വസ്ഥത, ചിലപ്പോൾ ബ്ലോട്ടിംഗ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡയറിയ ആയിട്ട് വരും. കാരണം നമ്മുടെ ഗട്ട് അഫക്റ്റഡായി. അതുപോലെ തന്നെ എല്ലാ സിസ്റ്റത്തിലും എത്തും. അങ്ങനെ അത് ഒരു സൈഡ് ഇഫക്റ്റാണ്. ഇനി ഇതിനെ എങ്ങനെ തരണം ചെയ്യണം? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിറ്റമിൻ ബി കോംപ്ലക്സ് പ്രത്യേകിച്ചും പിന്നെ വിറ്റമിൻ കെ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഗട്ടിലുണ്ട്. കെ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ എക്സ്ട്രീം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അത് ഇവൻച്വലി കറക്റ്റഡ് ആവും. നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അത് അത്ര അഫക്റ്റഡ് ആവില്ല. പക്ഷേ വിറ്റമിൻ ബി കോംപ്ലക്സ് അങ്ങനെയല്ല. അതുകൊണ്ട് മിക്ക ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടെ ഒരു ബി കോംപ്ലക്സ് പ്രിസ്ക്രൈബ് ചെയ്യും. ആ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ അല്ലേ? എടുത്ത ഒന്ന് ഫ്രീ. അപ്പോൾ മഴ പെയ്യണമെന്ന് നമ്മൾ പ്രേ ചെയ്യുമ്പോൾ ഒരു മഡ് ബൂട്ട്സും കൂടെ കരുതുന്ന പോലെ അപ്പോൾ നമ്മളൊരു ബി കോംപ്ലക്സ് കൂടെ പ്രിസ്ക്രൈബ് ചെയ്യും. സോ ദാറ്റ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നതായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ വി ആർ പ്രൊവൈഡിങ് ഇറ്റ് എക്സ്റ്റേണലി. പുറത്തുനിന്ന് നമ്മൾ ബി കോംപ്ലക്സ് കൊടുക്കുന്നു. നമുക്ക് ആ ബി കോംപ്ലക്സിന് വേണ്ട കാര്യങ്ങളെല്ലാം അത് ചെയ്തോളും. ഇനി രണ്ടാമത് ഡയറിയ പോലുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് ഇപ്പോൾ എല്ലാവരും തന്നെ കൂടെ പ്രിസ്ക്രൈബ് ചെയ്യും പ്രോബയോട്ടിക് എന്ന് പറയുന്ന കാര്യം. പ്രോബയോട്ടിക് ഈസ് ആക്ച്വലി ലൈഫുള്ള ഗുഡ് ബാക്ടീരിയയാണ്. അത് ക്യാപ്സ്യൂൾ ഫോമിൽ സാഷെ ഫോമിലൊക്കെ കിട്ടും. ആ പ്രോബയോട്ടിക്കിനെ കൂടെ കഴിക്കുമ്പോൾ ദീസ് ആർ ആക്ച്വലി ഗട്ട് ബാക്ടീരിയ, ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയയാണ്. അപ്പോൾ ആ ക്യാപ്സ്യൂൾ അവിടെ ചെന്ന് ഒരാണവ ബോംബ് എറിഞ്ഞു, അപ്പോൾ അടുത്ത ബറ്റാലിയൻ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കി എന്ന് പറഞ്ഞ പോലെ അവരെയും അടുത്ത ഡോസ് നിർമ്മാർജ്ജനം ചെയ്യും. പക്ഷേ 5 ദിവസം കഴിക്കുമ്പോൾ 5 ദിവസവും പ്രോബയോട്ടിക്കുകളെ കൊണ്ടുവന്ന് ഇറക്കിയാൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ റെപ്ലനിഷ്ഡ് ആയിട്ട് പോകും. 5ാമത്തെ ദിവസം ആൻറ്റിബയോട്ടിക് കയറി 6ാമത്തെ ദിവസം കൂടെ പ്രോബയോട്ടിക് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ആവും. സോ സൈഡ് ഇഫക്ട്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള സൈഡ് ഇഫക്റ്റാണ് ഇത്. നമ്മുടെ ഗുഡ് ബാക്ടീരിയ പോകും എന്നുള്ളത്. അതിനെ നമുക്ക് ഇങ്ങനെ തരണം ചെയ്യാം. ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടെ ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ട്. ഇത് നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഫുൾ കോഴ്സ് കഴിക്കണം. 5 ദിവസമാണ് ആൻറ്റിബയോട്ടിക്സ് എങ്കിൽ യൂഷ്വലി 6 ദിവസമായിരിക്കും പ്രോബയോട്ടിക് തരിക. കാരണം അവസാനത്തെ വെടിവെപ്പ് കഴിയുമ്പോഴും ആളെ കൊണ്ടുവന്ന് ഇറക്കണം. അവസാനത്തെ ബറ്റാലിയനാണ് പിന്നെ ബാക്കി ദിവസങ്ങൾ നമ്മളെ കൂടെ കൊണ്ടുപോകേണ്ടത്. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ തിങ്. രണ്ടാമത്തെ സെറ്റ് ഓഫ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഓരോ ആൻറ്റിബയോട്ടിക്കിനും സ്പെസിഫിക് ആയിട്ടുള്ളത്. അത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, ഫ്ലൂറോക്വിനോൺ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് അഫക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഹൃദയമിടിപ്പിനെ ആയിരിക്കാം, അല്ലെങ്കിൽ കാർട്ടിലേജിനെ, ബോണിനെ ആയിരിക്കാം. അതുകൊണ്ടല്ല അങ്ങനത്തെ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കഴിവതും കൊച്ചുകുട്ടികൾക്ക് കൊടുക്കില്ല. കാരണം ആക്റ്റീവായിട്ട് ബോണും കാർട്ടിലേജും വളരുന്ന പ്രായമാണ്. അപ്പോൾ ദാറ്റ് ഇസ് അനദർ റീസൺ വൈ വി ഷുഡ് ഓൾവേസ് ടേക്ക് എ പ്രിസ്ക്രിപ്ഷൻ. കാരണം കൊച്ചുകുട്ടിക്ക് എന്താണ് എഫക്റ്റ് ഉണ്ടാകുക നമുക്കറിയില്ല. അപ്പോൾ അതുപോലുള്ള സൈഡ് ഇഫക്ട്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരും. ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇത് ഒരു പരിധിയിൽ കൂടുതൽ വന്നാൽ ഇന്ന ഫോൺ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കാഷ്വാലിറ്റിയിലേക്ക് പൊക്കോളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസം OPD വന്ന് കണ്ടോളൂ. അങ്ങനെ ഓരോ മരുന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് വേറെ ഉണ്ടാവും. അതും കഴിയുന്നതും ഗൂഗിൾ സെർച്ച് ചെയ്യരുത്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഈ കമ്പനിയുടെ പാംഫ്ലെറ്റിലെ ഡീറ്റെയിൽസ് വരിക. കമ്പനി പാംഫ്ലെറ്റ് ഡീറ്റെയിൽസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറിയയ്ക്കുള്ള മരുന്നിനകത്ത് സൈഡ് എഫക്റ്റ് ആയിട്ട് ഡയറിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതുവരെ ഉണ്ട്. അപ്പോൾ അവർ ലീഗലി സേഫ് ആവാൻ ശ്രമിക്കുന്ന വലിയൊരു ലിസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കഴിക്കണ്ട അല്ലേ എന്ന് തോന്നും. അപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യരുത്. ചോദിച്ചറിയാനുള്ള കാര്യങ്ങൾ നേരിട്ട് ഡോക്ടറിനോട് അല്ലെങ്കിൽ നഴ്സസിനോട് ചോദിച്ച്, നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാം. അപ്പം എന്തായാലും സൈഡ് എഫക്ട്സിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് വരിക എന്നുള്ളതൊക്കെ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ ഇനി മുൻകരുതലുകൾ എടുക്കാൻ പോകുന്നത് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് അന്ന.
89.6 FM Sargakshetra. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്നയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആള് തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം വീട്ടിലെ ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി മധു. ഡോക്ടർ, നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ആന്റിബയോട്ടിക്സിനെ പറ്റി പറഞ്ഞു. എന്താണ് ആന്റിബയോട്ടിക്, അതുപോലെ ആളെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും ഒന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ടൈപ്സ് പറഞ്ഞു, അതുപോലെ സൈഡ് എഫക്ട്സ് പറഞ്ഞു, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ആന്റിബയോട്ടിക്സ് കഴിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, ചിലപ്പോൾ അറിയുന്നവരുണ്ടാവാം. പക്ഷേ മൊത്തത്തിൽ ഈ ഒരു വിഷയം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആന്റിബയോട്ടിക്സിനെ പറ്റി ഒരു പബ്ലിക് അവയർനെസ് കിട്ടുന്നുണ്ടോ ഡോക്ടറുടെ അഭിപ്രായത്തിൽ? ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് പബ്ലിക് അവയർനെസ് ആക്ച്വലി കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ ഒരാഴ്ച ഇതിനു വേണ്ടി മാറ്റി വെക്കും. ആ ഒരാഴ്ച എല്ലാ ഹോസ്പിറ്റൽസിലും എല്ലാ കെയർ പ്രൊവൈഡേഴ്സും എല്ലാ ഡോക്ടേഴ്സും ലോകമെമ്പാടും ഈ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും, വേൾഡ് ഹാർട്ട് ഡേ, വേൾഡ് ഡയബറ്റീസ് ഡേ, അങ്ങനെ വേൾഡ് ഡയബറ്റീസ് ഡേ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഓരോന്നിനു വേണ്ടി ഇങ്ങനെ വാരവും ദിവസവും മാറ്റി വെച്ച് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പൊക്കോണ്ടിരിക്കും. അതുകൊണ്ട് ഒരാഴ്ച നമ്മൾ മാറ്റി വെച്ച് വാട്ട് വി യൂഷ്വലി സീസ്, ഈ ഒരാഴ്ചയിൽ കുറേ ഇൻഫർമേഷൻ അങ്ങോട്ട് നമ്മൾ കൊടുക്കും. കുറേ ആൾക്കാരിൽ അത് എത്തുന്നതിൽ ഒരു 10% അത് റീറ്റെയിൻ ചെയ്യുള്ളൂ, ബാക്കിയുള്ളവരിൽ അത് നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ടത് പറയാൻ ശ്രമിച്ചത്. കാരണം ഇത് നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും എന്നും ഓർത്തിരിക്കുകയും ചെയ്യണം. കാരണം ഇറ്റ് ഹാസ് എ കമ്മ്യൂണിറ്റിയിലും സൊസൈറ്റിയിലും ഒക്കെ ബെയറിംഗ് ഉള്ളൊരു കാര്യമാണ്. ഒരാൾ BP മരുന്ന് കഴിക്കുന്ന പോലെ അല്ല. BP മരുന്ന് കഴിച്ചാൽ കമ്മ്യൂണിറ്റിയിലൊന്നും നടക്കാൻ പോകില്ല, അവരവരുടെ ശരീരത്തിലേ ഉള്ളൂ. പാരസെറ്റമോൾ കഴിക്കുന്നതും അങ്ങനെ. പക്ഷേ ഇത് കമ്മ്യൂണിറ്റീനെ മൊത്തം എഫക്റ്റ് ചെയ്യും. ഒരാൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ആ കുടുംബത്തിനെ മൊത്തം എഫക്റ്റ് ചെയ്യും. നവജാത ശിശുക്കളുടെ ഇൻഫെക്ഷൻസിൽ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടു തുടങ്ങി കഴിയുമ്പോൾ വി ഹാവ് ടു ബി റിയലി കോഷ്യസ്. കാരണം എവിടുന്ന് വന്നു, നവജാത ശിശു എന്ന് പറയുന്ന ഒരു ക്ലീൻ സ്ലേറ്റിന് തുല്യമാണ്. അപ്പോൾ അവിടെ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ, കാരണം അമ്മയുടെ കൈകളും അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ഇടപഴകുന്ന ആൾക്കാരുടെ ശരീരത്തിൽ നിന്നുമാണ് ആ പല ബാക്ടീരിയകളും കുഞ്ഞുങ്ങളിലേക്ക് വരിക. അത് നോർമലാണ് കേട്ടോ, കാരണം അങ്ങനെയാണ് ഒരു പുതിയ ക്ലീൻ സ്ലേറ്റിലേക്ക് സാധനങ്ങൾ എത്തുന്നത്, അങ്ങനെയാണ്. പക്ഷേ ആ ക്ലീൻ സ്ലേറ്റിലേക്ക് എത്തുന്ന അണുക്കൾ റെസിസ്റ്റൻസ് ഉള്ളതായി മാറിയിരിക്കുന്നു. അതായത് എല്ലാവരുടെയും ശരീരത്തിൽ നോർമൽ ഫ്ലോറ ആയിട്ട് തന്നെ ഇപ്പോൾ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ആണുള്ളത്. അങ്ങനെ ആലോചിക്കുമ്പം ഇറ്റ് ഇസ് സ്കെയറി. ആൻഡ് ഹൗ ഡു വി സ്റ്റോപ്പ് ഇറ്റ്? ആ ജനിച്ച കുഞ്ഞിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വി ഹാവ് ടു. അപ്പം നമ്മൾ ഓരോരുത്തരും വി ഹാവ് ടു ടേക്ക് കെയർ സോ ദാറ്റ് ഈച്ച് ഓഫ് us, കമ്മ്യൂണിറ്റി ഈസ് ഓൺലി ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക്. എല്ലാവരും ഒരുപോലെ കരുതലെടുത്ത് അഡ്വൈസ് ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുകയും, നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സൊസൈറ്റി, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ, നമ്മുടെ ഇപ്പോൾ ഹോർട്ടിക്കൾച്ചർ ഉള്ളവരാണെങ്കിൽ അതിലുപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, അവിടെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു താളത്തിൽ വന്നാൽ മാത്രമേ, ഇറ്റ് ഈസ് നോട്ട് ഇറിവേഴ്സിബിൾ. ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ക്യാൻ ബി റിവേഴ്സ്ഡ്. പക്ഷേ വി ഹാവ് ടു, ഒരു വീക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ പോയി എല്ലാവരും ഒരുപോലെ ഒത്തൊരുമയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച്, അല്ല പ്രിസ്ക്രിപ്ഷൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമേ ആൻറ്റിബയോട്ടിക് കഴിക്കാവുള്ളൂ. 5 ദിവസത്തേക്കുള്ളതാണെങ്കിൽ 5 ദിവസം തികച്ച് കഴിക്കുക. ഒരാൾക്കായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വേറൊരാൾ കഴിക്കാതിരിക്കുക. നമ്മൾ BD അല്ലെങ്കിൽ ട്വൈസ് എ ഡേ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10-നും വൈകിട്ട് 4-നും കഴിക്കരുത്. 12 മണിക്കൂർ ഇടവിട്ട് കഴിക്കുക. അല്ലെങ്കിൽ 3 നേരം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ഇടവിട്ട് കഴിക്കുക. ബാക്കി വരുന്നത് ഒഴുക്കിക്കളയാതിരിക്കുക. ശാസ്ത്രീയമായി സംസ്കരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കാരണവശാൽ ഒരേ ഇൻഫെക്ഷൻ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ വേറൊരാളത് ഷെയർ ചെയ്യാതിരിക്കുക. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയെടുക്കുക. മൃഗങ്ങൾക്കാണെങ്കിലും കൊടുക്കേണ്ടത് പോലെ കൊടുക്കേണ്ട ഡോസ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. അവിടെയും ഡോസുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു രോഗലക്ഷണവും ഇല്ലാത്ത വ്യക്തികൾക്കോ മൃഗങ്ങൾക്കോ അവരുടെ നല്ലതിനെ ഉദ്ദേശിച്ചാണെങ്കിൽ പോലും വെറുതെ സപ്ലിമെൻ്റ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് ഈ ഒരാഴ്ച മാത്രമല്ല, അടുത്ത കൊല്ലം ഈ ആഴ്ച വരുന്നവരെങ്കിലും ഇറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ തന്നെ വെക്കണം കേട്ടോ. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം.
എല്ലാവരും ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ വിടാൻ നിൽക്കരുത്. കാരണം ഇത് നമ്മളെ മാത്രമല്ല, നമ്മുടെ ഫുൾ ഫാമിലി അല്ലെങ്കിൽ ഒരു ഹോൾ കമ്മ്യൂണിറ്റീനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ അത് അത്രയും ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതാ ഇന്നത്തെ SK ജംഗ്ഷനിൽ നിന്നും പതുക്കെ ടാറ്റാ ബൈ ബൈ പറയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തെ പറ്റി, ആൻറ്റിബയോട്ടിക്സ് എന്ന മേഖലയെ പറ്റി തന്നെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് കൂടെ നല്ല ചിൽ വൈബായിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം മിറ്റിര ഹോസ്പിറ്റലിലെ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി മധു ആണ്. ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ. താങ്ക് യു. ഹാപ്പി ടു ബി ഹിയർ, ഹാപ്പി ടു സ്പ്രെഡ് സം നോളജ്. ഓക്കെ, സോ കേട്ടുകൊണ്ടേയിരിക്കൂ. വിശേഷങ്ങളും ആഘോഷങ്ങളും സർഗക്ഷേത്ര 89.6 FM തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.